Good morning, everyone. Good morning. How things are going? Hi, everyone. Hope you are doing fine. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Okay. Thank you so much for coming here. And ഇന്ന് നിങ്ങൾ എത്ര മണിക്ക് എണീറ്റുള്ളത്? Just comment down your achievement. നിങ്ങളുടെ achievement ഒന്ന് കമന്റ് ചെയ്തോളൂ. How was the meditation? I hope it was a fantastic one. നല്ല അടിപൊളി ഒരു മെഡിറ്റേഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ട് നല്ല ഉപകാരം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം. ചില ആൾക്കാർ ക്ലാസ് കേൾക്കാനൊന്നും നിൽക്കാറില്ല, മെഡിറ്റേഷൻ ചെയ്യും, നേരെ അങ്ങ് വിടും. അങ്ങനെ ചെയ്യരുത്. ഓൾവേസ് സേ യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക, പറയുക. എത്ര കണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, എത്ര കണ്ട് നിങ്ങളുടെ ബെനഫിറ്റ്സുകൾ പറയുന്നു, എത്ര കണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഹംബിൾനെസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുവോ, ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നു, അത്ര കണ്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കും. സോ ഓക്കെ, താങ്ക് യു. MM അലിയ, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ, നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഇഫ് യു വാണ്ട് ടു സേ സംതിങ്. പറയാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. താങ്ക് യു. സൂപ്പർ മെഡിറ്റേഷൻ, വെരി ഗുഡ്. താങ്ക് യു മാം. ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ആൾറെഡി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾ എത്ര മണിക്ക് എണീറ്റതും പലരും കമന്റ് ചെയ്തിട്ടില്ല. യു ക്യാൻ കമന്റ് ഔട്ട്. ഓക്കെ, യു ക്യാൻ ഷെയർ, യു ക്യാൻ കമന്റ് ഔട്ട്. എത്ര മണിക്ക് എണീറ്റു ജസ്റ്റ് കമന്റ് ഔട്ട്. മാക്സിമം ആൾക്കാർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഓൾ റൈറ്റ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഞാനൊരു ഇന്നലെ എടുത്തിരുന്ന ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞിരുന്നു. അത് എഴുതി കുറച്ചുകൂടെ എന്താ പറയുക, 10 മിനിറ്റോളം നമ്മൾ സമയം എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതെല്ലാം രീതിയിൽ ന്യൂ ഇയർ വരാൻ പോവാണ്. ന്യൂ ഇയർ, ന്യൂ ചാലഞ്ചസ്, പുതിയ ചാലഞ്ചസ്, പുതിയ കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചു പിടിക്കാൻ. ഒന്ന്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്, നമ്മുടെ ലൈഫിലുള്ള വലിയ അച്ചീവ്മെന്റ്സ് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നു. ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയുണ്ട്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു കുഡ് ഹാവ് അച്ചീവ്ഡ് സോ ഫാർ? നിങ്ങൾ കൗണ്ട് ചെയ്യണം. എന്ത്, ഇതുവരെ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്ന് കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ നിങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എൻ്റെ കൂടെ എത്ര കാലമായി? ഒന്ന് കമന്റ് ചെയ്യാവോ? പുതുതായിട്ട് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ എന്ന് കമന്റ് ചെയ്യുക. 1 വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ 1 എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, 1W അങ്ങനെ കമന്റ് ചെയ്തോളൂ. 1 വീക്ക്. 2 വീക്സ് ആയിട്ടുള്ള ആൾക്കാർ 2W എന്ന് കമന്റ് ചെയ്തോളൂ. ഇനി അതല്ല, നിങ്ങൾ 1 മന്ത് ആയിട്ടുണ്ട് എങ്കിൽ ജസ്റ്റ് കമന്റ് ആവും 1M എന്ന് കമന്റ് ചെയ്യാം. അതല്ല 6 മന്ത്സ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ദാറ്റ് 6M. 1 മന്ത്, ഓക്കെ, 1 വീക്ക് ജിബിൻ, and 2 days Arifa, okay. Faisal, 38 days. Sajida, okay. 1 month. And how is your progress? ഇതുവരെയുള്ള അച്ചീവ്മെന്റ്സ് എങ്ങനെയുണ്ട്? ഇതുവരെയുള്ള പ്രോഗ്രസ് എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും? എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടായി? ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതാവോ? ജസ്റ്റ് റൈറ്റ് ഡൗൺ. എൻ്റെ കൂടി എന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് നോക്കട്ടെ. ഈ ഒരു 2024 നിങ്ങൾക്ക് എന്തെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് റൈറ്റ് ഡൗൺ. അത് അച്ചീവ് ചെയ്യുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു കാര്യം ഷെയർ ചെയ്യാം. Just share. What's your thoughts? What's your feelings? And share with me.
ഓക്കെ, മണി. ജെവിൻ പറയുന്ന പണം അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി, ഉംറ ചെയ്യാൻ വേണ്ടി 1 month ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ആർക്കൊക്കെ എന്തൊക്കെയുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെരി ഗുഡ് ജെവിൻ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. പല ആൾക്കാരും ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ഇല്ലെന്ന് വിചാരിക്കുന്നു. പലരും ഷെയർ ചെയ്തിട്ടില്ല, പലരും കൂടെ കൂടിയിട്ടുണ്ട്. അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ലേ? വാട്ട് ഈസ് ഹാപ്പനിങ്? ഓക്കെ, ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ കൂടെ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡെയിലി ഉള്ള കുറച്ച് ഹാബിറ്റ്സുകൾ. പീപ്പിൾ ഹു ആർ കൺസിസ്റ്റന്റ്ലി ജോയ്ഫുൾ അക്കോർഡിംഗ് ടു സൈക്കോളജി പ്രകാരം നല്ല ഡെയിലി ഹാബിറ്റുകൾ, അതായത് ഒരു എന്താ പറയുക, ഒരു ജോയ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന, നല്ല ആനന്ദത്തിൽ ജീവിക്കുന്ന, നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരുടെ കുറച്ച് ക്വാളിറ്റീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് ഹാബിറ്റ്സ്, സന്തോഷത്തിന് കാരണമാകുന്ന ഹാബിറ്റ്സ്, അത് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വല്ലാണ്ട് ഹാപ്പി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അടുത്ത 2025 കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഹാപ്പിനെസ് ലഭിക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് പ്രധാനമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഈ ജോയ്ഫുൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, ആനന്ദത്തോടു കൂടി നിൽക്കുക എന്ന് പറയുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചോയ്സാണ്. വി ഹാവ് ടു മേക്ക് എ ചോയ്സ്, വി ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. സന്തോഷത്തോടു കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു തീരുമാനമാക്കി എടുക്കണം. ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളത് തീരുമാനമാക്കി എടുക്കണം. ഈ ലോകത്ത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച തീരുമാനം എന്താ വെച്ചാൽ, ചൂസ് ബി ഹാപ്പി എന്നുള്ളതാണ്. നമുക്ക് ഒരുപാടുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ചൂസ് ടു ബി വെൽത്തി, ചൂസ് ടു ബി ഹെൽത്തി. എന്നാൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചൂസ് ടു ബി ഹാപ്പി. ഒരാൾ അങ്ങനെ ചോയ്സ്, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഹാപ്പി ആകാൻ പറ്റും. അയാൾക്ക് പെട്ടെന്ന് സക്സസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഡിസിഷൻ, ഒരു ഡിസിഷൻ എടുക്കല. നിങ്ങൾ ഹാപ്പിനെസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, വെൽത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളുടെ ഹെൽത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിങ്ങളുടെ കരിയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? ടോപ്പ് പ്രയോറിറ്റി, ചൂസ് ടു ബി ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആണോ? ഇഫ് യു ആർ ഹാപ്പി, യു ആർ സക്സസ്ഫുൾ എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ ഹാപ്പി, യു ആർ സക്സസ്ഫുൾ. നിങ്ങൾക്ക് എത്ര വീടുണ്ടെന്നോ, നിങ്ങൾ ലൈക്ക് എത്ര കാറുണ്ടെന്നോ, അല്ലെങ്കിൽ എത്ര സമ്പത്തുണ്ടെന്നോ, ഇതിനെ ബേസ് ചെയ്തിട്ടല്ല നിങ്ങൾ സക്സസ്ഫുൾ ആണോ എന്ന് ആക്ച്വലി ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. സക്സസ് എന്ന് പറയുന്ന ടേം തന്നെ സബ്ജക്റ്റീവ് ആണ് ഓരോരുത്തർക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. സമൂഹത്തിനും അതിൽ ഒരു എന്താ പറയുക, സക്സസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ഇഫ് യു ആർ ഹാപ്പി, യു ആർ സക്സസ്ഫുൾ. സോ ഹൗ ടു ബി ഹാപ്പി? ഫോർ ദാറ്റ് ഹാപ്പിനെസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ചില കൊണ്ട് നടക്കേണ്ട ചില ശീലങ്ങളുണ്ട്. ഫസ്റ്റ് ശീലം എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. ഓൾവേസ് ഫീൽ ഗ്രേറ്റ്ഫുൾ. ഗ്രാറ്റിറ്റ്യൂഡ് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ വിട്ടുപോകും. ഞാൻ എന്ന് പറഞ്ഞല്ലോ, വി ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. എണീക്കുന്ന സമയത്ത്, നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പോലും നമ്മളെ ബെഡ് ടച്ച് ചെയ്തിട്ട് പറയണം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. We should always practice that. Thank you so much, thank you so much, thank you so much. മനസ്സിലാവുന്നുണ്ടോ? താങ്ക്സ് ജസ്റ്റ് എന്ത് ചെയ്യും? എപ്പോഴും പറഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മുടെ മെഡിറ്റേഷനിലെല്ലാം, ഓൾമോസ്റ്റ് എല്ലാ മെഡിറ്റേഷനിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. കൾട്ടിവേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് വെറുതെ നമുക്ക് ഉണ്ടാവില്ല. വി ഹാവ് ടു ഡു ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. മനസ്സിലാവുന്നത്? വി ഹാവ് ടു. അപ്പൊ അത് നമ്മൾ എന്ത് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഇന്റൻഷനലായിട്ട്, ഉദ്ദേശത്തോടു കൂടിയിട്ട്, മനഃപൂർവ്വം, ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, അതിന് നമ്മൾ നന്ദി പറയണം.
സ്ഥിരമായിട്ട് മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കറിയാം, നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ഒരെണ്ണം ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനാണ്. നമുക്ക് വെള്ളത്തിന് നന്ദി പറയാം, വായുവിന് നന്ദി പറയാം, ഫ്രൂട്ട്സിന് നന്ദി പറയാം, വെജിറ്റബിൾസിന് നന്ദി പറയാം, നമ്മുടെ കൈക്കാലുകൾക്ക് നന്ദി പറയാം, കണ്ണുകൾക്ക് നന്ദി പറയാം, ശ്വസിക്കാനുള്ള കഴിവിന് നന്ദി പറയാം, ആ വായു തന്നതിന് നന്ദി പറയാം, കാഴ്ച തന്നതിന് നന്ദി പറയാം, സ്മെൽ ചെയ്യാനുള്ള കഴിവ് തന്നതിന് നന്ദി പറയാം. എത്രയെത്ര കാര്യങ്ങളുണ്ട്. ഓൾവേസ് ഫീൽ ഗ്രേറ്റ്ഫുൾ. വെനെവർ യു സേ താങ്ക് യു, യു വിൽ ഫീൽ സോ മച്ച് ബെറ്റർ. ഒന്ന് കണ്ണടച്ചു എല്ലാവരും. ഒന്ന് കൈയൊക്കെ മടിയിൽ വെച്ചിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. Take a deep breath and breathe out. Breathe in deeply and breathe out. Breathe in deeply and breathe out. And think about all the good things in your life. നിങ്ങളുടെ ലൈഫിലുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നല്ല അധ്യാപകരെ ലഭിച്ചു, മനസ്സിലൊരു നന്ദി പറയാം, താങ്ക് യു സോ മച്ച്. നല്ല മെന്ററെ ലഭിച്ചു, താങ്ക് യു സോ മച്ച്. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ല കിളികൾ, നല്ല മൃഗങ്ങൾ, നല്ല മനുഷ്യർ, നല്ല മരങ്ങൾ, നല്ല പ്രകൃതി ഈ ലോകത്ത് സമ്മാനിച്ചു, അതിനൊക്കെ നന്ദി പറയാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഗവൺമെന്റ് ഉണ്ട്, നല്ലൊരു നാടുണ്ട്, നല്ല കുറേ മനുഷ്യരുണ്ട്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല മാതാപിതാക്കളെ ലഭിച്ചിട്ടുണ്ട്, താങ്ക് യു. പതിയെ കണ്ണുകൾ തുറക്കാം. ആൻഡ് ഹൗ ഡിഡ് യു ഫീൽ? How did you feel? Happiness. You felt some happiness, right? Good, relaxed. Very good. You practice this every day. ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യും. And that is one of the habits people who have consistent joy in their life. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആനന്ദം ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ്.
രണ്ടാമത്തെ പോയിന്റ് വരുന്നത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ താങ്ക്സ് പറയൊന്നുമില്ല. ജസ്റ്റ് ലിസൺ ടു ദ സറൗണ്ടിങ്സ്, ജസ്റ്റ് ലിസൺ ടു ആൻഡ് ഒബ്സർവ്, അവെയർ ആവുക. മൈൻഡ്ഫുൾനെസ് എന്താണ്? ജസ്റ്റ് ബി അവെയർ. നമ്മൾ എന്തായിരിക്കണം? ബീയിങ് ഫുള്ളി പ്രസന്റ് ഇൻ ദ മൊമെന്റ്. ഈ മൊമെന്റിൽ ഇവിടെ ആയിരിക്കുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് മനസ്സാന്നിധ്യത്തോടു കൂടി ചെയ്യുക. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? മനസ്സാന്നിധ്യം. മനസ്സിന്റെ സാന്നിധ്യത്തോട് കൂടിയിട്ട് അറിഞ്ഞ് ചെയ്യുക. ഇറ്റ്സ് അബൌട്ട് ട്യൂണിങ് ഇൻ ടു യുവർ സെൻസസ്, യുവർ തോട്ട്സ്, യുവർ ഫീലിങ്സ് ആൻഡ് യുവർ സറൗണ്ടിങ്സ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ, എല്ലാത്തിനെയും ജസ്റ്റ് ഒരു ലേബലും നൽകാതെ, നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നും പറയാതെ, ജസ്റ്റ് സിംപ്ലി എല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എല്ലാത്തിനെയും എന്താണോ അത് ആ വസ്തുവായിട്ട് മാത്രം മനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? കാണുക. ഒരു ചിന്ത വന്നാൽ അത് നല്ല ചിന്തയാണല്ലോ, മോശം ചിന്തയാണല്ലോ എന്ന് ചിന്തിക്കാതെ അതൊരു ചിന്ത മാത്രമാണ്, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കുക. ഇതൊരു ഗ്ലാസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഈ ഗ്ലാസ്സിൽ ഇത്ര വെള്ളമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാതെ ഇതൊരു ഗ്ലാസ്, കുറച്ച് വെള്ളം എന്ന് മാത്രം ചിന്തിക്കുക. മനസ്സിലായോ? എല്ലാത്തിനെയും നിരീക്ഷിക്കുക, എല്ലാത്തിനെയും അതായിട്ട് മാത്രം കാണുക. കൂടുതലൊന്നും അതിൽ ആഴത്തിൽ കയറി ചിന്തിക്കാതിരിക്കുക. ആഴത്തിൽ ചിന്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് എന്താണ് കാണുന്നത്? അപ്പോൾ ഒരു കമ്പ്യൂട്ടർ കാണുകയാണ്, ലാപ്ടോപ്പ് കാണുകയാണ്, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നു. ഇതൊരു നല്ല കമ്പ്യൂട്ടർ ആണെന്നോ അല്ലെങ്കിൽ മോശം കമ്പ്യൂട്ടർ ആണെന്നോ ഒന്നും ചിന്തിക്കാതിരിക്കുക. ഒരു കമ്പ്യൂട്ടർ, ദാറ്റ്സ് ഇറ്റ്. ഭക്ഷണം കാണുകയാണ്, ഓഫ് എന്താണ്, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് ചിന്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ നല്ല ഭക്ഷണമാണ് എന്നും ചിന്തിക്കാതിരിക്കുക. ജസ്റ്റ് അതൊരു ഭക്ഷണം മാത്രമാണ്. എല്ലാത്തിനെയും എന്താണോ വസ്തു അത് ജസ്റ്റ് സിംപ്ലി സീ ദാറ്റ്. നിങ്ങൾ എന്താണ് പ്രസന്റ് ആയിട്ട് ചെയ്യുക? നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബി പ്രസന്റ്. ഐ ആം ഡ്രൈവിംഗ്, ഐ എം ജസ്റ്റ് ഡ്രൈവിംഗ്. ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം അറിഞ്ഞ് കഴിക്കുക. അതെടുത്തിട്ട് വേറെ എവിടേക്കോ ചിന്ത പോകാതെ ബി ഹിയർ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്? നിങ്ങളോട് കണക്ട് ചെയ്യുകയാണ്. യു ആർ കണക്ടിങ് വിത്ത് യുവർ സെൽഫ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ്? അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഭയങ്കര പീസ്ഫുൾ ആകും. വല്ലാണ്ട് പീസ്ഫുൾ ആകും. വല്ലാണ്ട് ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് വരാൻ തുടങ്ങും. അറിയാതെ ഒരു ഹാപ്പിനെസ്. എവിടെയാണോ ഇരിക്കുന്നത് ഞാൻ അവിടെ ഇരിക്കുകയാണ്. നടക്കുമ്പോൾ ഞാൻ നടക്കുകയാണ്. കുളിക്കുമ്പോൾ ഞാൻ കുളിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവും. വേറെ എവിടേക്കോ പോവാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. It's called connecting with yourself. നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. Okay? And that's a beautiful way to do it. And that is self-love. അത് ചെയ്യുക. That is a second point. അതാണ് അടുത്ത പോയിന്റ് വരുന്നത്. Simply be with yourselves. നമ്മൾ ഭയങ്കരമായിട്ട്, പക്ഷേ ഇതത്ര ഈസിയാണോ? ഈസി അല്ല. Is it easy? No, it's not easy. അത് ഈസി അല്ല. ലൈക്ക് നമ്മൾ കറക്റ്റായിട്ട് പാസ്റ്റിനെ കുറിച്ച് വറീഡ് ആവാതിരിക്കുക, ഫ്യൂച്ചറിനെ കുറിച്ചും വറീഡ് ആവാതിരിക്കുക, ആങ്സൈറ്റി ഇല്ലാതിരിക്കുക, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക, വരാൻ പോകുന്നതിനെ കുറിച്ചും വറീഡ് ആവാതിരിക്കുക. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്?
ഇപ്പോൾ എനിക്കെന്തുണ്ട്, ഇപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഈ നിമിഷത്തിലുള്ള നല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ സന്തോഷം കണ്ടെത്താൻ കഴിയും. നമ്മളിൽ പലരും എന്താ വെച്ചാൽ പാസ്റ്റ് അങ്ങനെയായിരുന്നു, അതങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അടുത്ത എന്താണ്, ഭാവി എന്താകും, ഭാവി എന്താകും, ഭാവി എന്താകും, അതങ്ങനെ ചിന്തിക്കും. ഓവറായിട്ട് വറീഡാവാതെ ഇപ്പോൾ എന്തുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആനന്ദം കണ്ടെത്തി സന്തോഷം കണ്ടെത്തി കണക്റ്റഡ് ആയിട്ട് ജീവിക്കുക, ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യും. നെക്സ്റ്റ് അവരുടെ ഹാബിറ്റാണ് ദേ ഡിസ്കണക്ട് ടു കണക്ട്. അവരെന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് എടുക്കും. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്കണക്റ്റിംഗ്. ഡിസ്കണക്ട് ചെയ്യുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി ഇറ്റ്സ് അബൌട്ട് ടേക്കിംഗ് എ ബ്രേക്ക്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ മീഡിയ, വർക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വ്യക്തികൾ, ഫ്രണ്ട്സ്, പാർട്ടി, എൻജോയ്മെന്റ്, യാത്രകൾ, ഈ ഒരു ഹാസൽ ലൈഫ് ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, യു ജസ്റ്റ് ഡിസ്കണക്ട് യുവർ സെൽഫ്, ബി വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കുക, ഡു നത്തിങ്, ട്രാവൽ വിത്ത് യുവർ സെൽഫ്, ഓർ ലൈക്ക് ജസ്റ്റ് ഡു നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, കുറച്ച് സമയം സ്വന്തമായിട്ട് കണ്ടെത്തുക. എന്നിട്ട് നീ ഒന്നും മിണ്ടാതെ കുറച്ച് നേരം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വേണമെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്താം. ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അരമണിക്കൂറോ ഒന്ന് നടക്കാൻ പോവാം, 1 മണിക്കൂറൊക്കെ നടക്കാൻ പോവാം പ്രകൃതിയിൽ. ജസ്റ്റ് ഡു ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ഡിസ്കണക്ട് ഫ്രം എവറിത്തിങ്. ഒരു ഹാഫ് ആൻ അവർ ഫോൺ മാറ്റി വെച്ചാൽ പ്രശ്നമുണ്ടോ? ഫോൺ അവിടെ വെച്ചിട്ട് പോവാം, പുറത്തേക്ക് നടക്കാൻ പോവാം, ഫോൺ വേണ്ട, സിംപ്ലി നടക്കുക and come back. And what happens? You will get some freedom, some happiness, some connection feeling. ഇതിങ്ങനെ ഫുൾ ടൈം പ്ലഗിലിട്ടിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇത് ചൂടാകും എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് റെസ്റ്റ് കൊടുക്കണ്ടേ, ഒന്ന് ഡിസ്കണക്ട് ചെയ്യണം, ഒന്ന് കണക്ഷൻ കട്ട് ചെയ്യണം എല്ലാത്തിലും. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി എ വെരി ബ്യൂട്ടിഫുൾ തിങ് ടു ഡു. നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്, ദേ നർച്ചർ ദ റിലേഷൻഷിപ്പ്. അടുത്ത അവരുടെ പ്രത്യേകത, ദേ നർച്ചർ ദ റിലേഷൻഷിപ്പ്. അവരുടെ റിലേഷൻഷിപ്പ് അവരെന്ത് ചെയ്യും, നർച്ചർ ചെയ്യും. അവരിടയ്ക്കിടയ്ക്ക് എന്താ വെച്ചാൽ മനഃപൂർവ്വം അതിന് ടൈം കണ്ടെത്തണം. ഇന്നത്തെ കാലത്ത് അധികം ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് എന്താ വെച്ചാൽ, ദേ ഡോണ്ട് കെയർ അബൌട്ട് ദ റിലേഷൻഷിപ്പ്. അവർക്കുള്ള റിലേഷൻഷിപ്പ് അത് പാരൻസ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, സിസ്റ്റേഴ്സ് ആവാം, ബ്രദേഴ്സ് ആവാം. സിംപ്ലി ഒന്നുമില്ലാതെ ഒന്ന് വിളിക്കുക, ഒന്ന് വിളിച്ചു നോക്കി, എത്ര കാലമായി വിളിച്ചിട്ട്, ഒന്ന് വിളിച്ച് വിശേഷം അന്വേഷിക്കുക. എന്തൊക്കെ വിശേഷം, സുഖമാണോ, അറിയൊക്കെ. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വിളിക്കുക, കുറച്ചു നേരം അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക. ടോക്ക് ടു ദം. മനസ്സിലാകുന്നുണ്ട്? ജസ്റ്റ് കണക്ട് വിത്ത് ദ പീപ്പിൾ, ലൈക്ക് മെയിൻറ്റെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്യുക, അവരോട് ചോദിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മനസ്സിലാവണ്ട? കോമൺ ഫാക്ട് ലൈക്ക് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളെല്ലാവരും സോഷ്യൽ ബീയിങ്സ് ആണ്. ഇടയ്ക്ക് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം, കണക്ഷൻസ് ബിൽഡ് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് സമയം ചെലവഴിക്കണം. പക്ഷെ എല്ലാ ദിവസവും അത് പാടില്ല. ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ് വൺസ് എ വൈൽ. ഗോ ബാക്ക് ടു ദം. ചുമ്മാ ഒരു ഡ്രൈവിന് പോവുക, ചുമ്മാ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോവുക, അവർക്കൊരു ഡിന്നർ വാങ്ങിച്ചു കൊടുക്കുക, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഒന്ന് മീറ്റ് ചെയ്യുക. വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്.
ജസ്റ്റ് ഡു ദാറ്റ് സിംപ്ലി. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഉള്ള ബന്ധങ്ങൾ സ്ട്രോങ് ആക്കി, പോസിറ്റീവ് ആക്കി, നല്ല ഇമ്പാക്റ്റ് ഉള്ള റിലേഷൻഷിപ്പ് ആക്കി ബിൽഡ് ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്തുള്ളതിന് വേണ്ടിയിട്ട് ആരൊക്കെ വേണം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള, നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന വളരെ നല്ല കുറച്ച് സുഹൃത്തുക്കൾ, കുറച്ച് നല്ല ബന്ധുക്കൾ, ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ യു ബിൽഡ് ദ കണക്ഷൻ. മനസ്സിലാവുണ്ടോ? നമുക്ക് എപ്പോഴും എന്താ വെച്ചാൽ ഒരു ബിലോങ്ങിങ് ഫീൽ ഉണ്ടാവും, എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അത് നമുക്ക് ഒരുപാട് ധൈര്യം നൽകും, അത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകും, സേഫ്റ്റി നൽകും, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന ഫീലിംഗ് ഉണ്ടാവും, നമുക്ക് മ്യൂച്വൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. ആക്റ്റീവ്ലി അതിന് വേണ്ടിയിട്ട് നല്ല കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞോളൂ ഇടയ്ക്ക്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് മൈ ഫ്രണ്ട്. അല്ലെങ്കിൽ അവരോട് എന്ത് വെച്ചാൽ നല്ല രീതിയിൽ ജോയ്ഫുൾ ആയിട്ട്, ഇടയ്ക്ക് വേണമെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നവരോട് പറയും. ചില ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അവർ ചിരിക്കൂ അല്ലേ, എന്താണ് ഇങ്ങനെ, നമ്മുടെ ഇടയിൽ എന്തിനാ ഈ ഫോർമാലിറ്റി, ബട്ട് സ്റ്റിൽ പറയാ ഐ മീൻ ഇറ്റ്. ഇടയ്ക്ക് ഒരു താങ്ക് യു നോട്ട് അയക്കുക, ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. എടാ ഒന്നുമില്ല, ഞാൻ നിനക്കൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എത്ര കാലമായി നമ്മുടെ ഇടയിലൊക്കെ ഗിഫ്റ്റുകൾ അയക്കുന്ന സ്വഭാവമുണ്ട്. ഫ്രണ്ട്സിനായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും, പക്ഷെ നമ്മൾ ഫ്രണ്ട്സിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ പലതൊക്കെ ഉണ്ടാവും, വളരെ കോമൺ അല്ലേ. കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ലാതെ നിനക്ക് വാങ്ങിച്ചാണ്, നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, ഐ തോട്ട് അബൌട്ട് യു, ഐ വാണ്ടഡ് ടു ഗിഫ്റ്റ് യു. ഇത് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം. ഇത് ആരെയും അറിയിക്കാതെ ആൾക്ക് മാത്രം കൊടുക്കുക. ജസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ്. It will be an amazing thing, right? You gift it. And then next quality എന്ന് പറയുന്നത്, they take care of their health. അവരുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ത് ചെയ്യും, അവർ ടേക്ക് കെയർ ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാർ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ അവർ നോക്കുമെന്ന്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ? നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യും, എക്സസൈസ്. Take care of their health. It will definitely give you a positive outlook. ഈ ചേഞ്ചസ്, ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5ഓളം ക്വാളിറ്റീസ് ഇവിടെ പറഞ്ഞു. ഒരുപാട് ക്വാളിറ്റീസ് എനിക്ക് പറയാൻ പറ്റും, എല്ലാം പറയണോ? ഇനിയും ഒരുപാടുണ്ട്, ലിസ്റ്റുകളുണ്ട്, നമുക്ക് വീണ്ടും സംസാരിക്കാം അതിനെക്കുറിച്ച്. 5 എണ്ണം ഞാൻ ഇവിടെ പറഞ്ഞു. ഈ 5 ക്വാളിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഹെൽത്ത് ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം, ഒരു ബാലൻസ്ഡ് ഡയറ്റ്, കറക്റ്റായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ കഴിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, അതേപോലെ വേണ്ടത്ര ഉറങ്ങുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇതൊരു മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഉഷാറായിട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ചെയ്തു പോകുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഓരോ സ്റ്റെപ്സുകൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ, ഇതെല്ലാം ഇനി 2025 നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന കാര്യങ്ങളാണ്. അത് 2025 ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഞാൻ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യാവോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എഴുതിയെടുത്തവർക്ക് അറിയാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. എങ്ങനെ? ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ? ഫസ്റ്റ് ഗ്രേറ്റ്ഫുൾ ആവുക. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ കണക്ട് ചെയ്യുക. മൂന്നാമത്തേത് എന്താ പറഞ്ഞത്? ഡിസ്കണക്ട് ടു കണക്ട്.
കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കണക്ട് ചെയ്യണം. വി ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് അവർ സെൽസ്. നമ്മൾ നമ്മളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാം. അത് 24 മണിക്കൂറാവാം, ഒരു അരമണിക്കൂറാകാം. ഒരു ദിവസത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ മാറ്റി വയ്ക്കുക. കുറച്ച് ലൈക്ക് സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. പുട്ട് യുവർ ഫോൺ അവേ, ടെക്നോളജി അവേ, എവറിത്തിങ് അവേ. ജസ്റ്റ് വാക്ക് ഇൻ ദ നേച്ചർ ഓർ സിറ്റ് ഇൻ എ കാം പ്ലേസ്. സിറ്റ് അണ്ടർ എ ട്രീ, ഒരു മരത്തിനടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയുടെ അടുത്ത്, അല്ലെങ്കിൽ ലൈക്ക് യു ജസ്റ്റ് ഗോ ഫോർ എ വാക്ക്. ഡിസ്കണക്ട്. ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ അരമണിക്കൂർ. അതല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ മിനിമം 24 മണിക്കൂർ ചെയ്യാം. ഒരു ഡേ ഫുള്ളായിട്ട് ചെയ്യാം. ഓക്കെ, ഡിസ്കണക്ട് ടു കണക്ട്. പിന്നെന്താ പറഞ്ഞത്? റിലേഷൻഷിപ്പ്. നർച്ചർ യുവർ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൺ. ഇതിൽ ഏറ്റവും ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏറ്റവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റിലേഷൻഷിപ്പ്. നമ്മളൊക്കെ ഒരു ഹ്യൂമൻ ബീങ്സാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. സോഷ്യൽ ആനിമലാണ് മനുഷ്യൻ. സാമൂഹിക ജീവിയാണ്. ആരുമില്ലാതെ എനിക്കാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊറ്റയ്ക്കാണ് നല്ലത്. നോ, ഒറ്റയ്ക്ക് നിങ്ങൾക്കാവാം. അതേപോലെ നിങ്ങൾ ഒരുമിച്ചും ആവണം. ഇറ്റ്സ് കോൾഡ് ബാലൻസ്. സീക്രട്ട് ഓഫ് ലൈഫ് ഈസ് ഓൾവേസ് ബാലൻസ് ഇൻ എവറിത്തിങ്. എക്സ്ട്രീം അല്ല വേണ്ടത്, ബാലൻസ് ആണ് വേണ്ടത്. ഹാവ് എ ബാലൻസ്. സോ നർച്ചറിങ് റിലേഷൻഷിപ്പ്, നമ്മുടെ പാരൻസ് ആവാം, നമ്മൾ ഒരുപാട് ദൂരെ അകലെ ജോലി ചെയ്യുന്നവരായിരിക്കാം, യാത്രയിലായിരിക്കാം, ചിലപ്പം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കണക്ട് ബാക്ക്, ടോക്ക് ടു ദം. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സ് ആയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ പാരൻസ് ആയിട്ടുണ്ടെങ്കിലും, go back and connect. We need them and they need us. You should do that. And when you do that, that is the most beautiful. How can you do that? ഒന്നും വേണ്ട, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ് എന്തോ ആവാം. അവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായിരിക്കാം. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ you just talk to them. Whatever happens, it's okay. Try to connect. Do your part. Be the social animal that you are. നമ്മളാവുക, മനുഷ്യനാവുക, സാമൂഹിക ജീവിയാവുക. And that is also connecting back to us. നമ്മളെന്താണ്? കാരണം നമുക്ക് നമ്മളാവുക എന്നുള്ളതാണ് നമ്മുടെ ഹാപ്പിനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളാവാൻ പറ്റുക എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് നമ്മളുടെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്, അത് മറന്നു പോകാതിരിക്കുക. ഒരു മനുഷ്യനാവുക എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. സോഷ്യൽ ബീയിങ് ആവുക എന്ന് പറയുന്നത്, we all need somebody or some friends, some people to connect, to talk. നമ്മുടെ ഈ വർക്ക് ഞാൻ വർക്കിൽ കുറെ കണക്റ്റഡ് ആണല്ലോ, ഞാൻ ബിസിനസ്സിൽ കുറെ നോ, അതിനൊക്കെ അപ്പുറത്തേക്ക് we need friends, we need lovely people around us whom we can trust, and they need a people like me or us they can trust. അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് നമുക്ക് മാറാൻ പറ്റും. That is the most beautiful thing. Just go back and call them and connect them, talk to them. Okay, next. 5th point എന്തായിരുന്നു? ഹെൽത്ത് ടേക്ക് കെയർ. Yes, take care of your health. അല്ലേ? നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യണം. How do you do that? Spend 1 hour, 1 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റുക. ഏറ്റവും മിനിമം അരമണിക്കൂർ, ഏറ്റവും നല്ലത് 1 മണിക്കൂർ. ഹലോ സർ. യെസ്, പറഞ്ഞോളൂ ജസില. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഡയറ്റിനെ കുറിച്ചിട്ടൊക്കെ ഹോർമോൺ ഇംബാലൻസ് കൂടുതലാണ്. തൈറോയ്ഡ് ഒക്കെ ഉള്ള ആളാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഗുളികയും കഴിക്കണ്ടല്ലോ. അപ്പൊ ഡയറ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട് ഞാൻ.
അപ്പൊ യെസ് ഇത് യെസ് പ്രോപ്പറായി വരുന്നില്ല. തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് വന്നോളൂ കേട്ടോ. എക്സസൈസ് പ്രോപ്പർ ആയിക്കുന്നേ, പക്ഷെ ഡയറ്റ് പ്രോപ്പർ ആവണില്ല. 2 ദിവസം പോവും, പിന്നെ പോവില്ല. അത് പൊയ്ക്കോളും. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. വറീഡ് ആവണ്ട. ജസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റും. എക്സസൈസ് ചെയ്തില്ല അതുപോലെ തന്നെ അതും റെഡി ആയിക്കോളും കേട്ടോ. അത് എങ്ങനെയാണെന്ന് അത് എഴുതി പറഞ്ഞില്ല. വെക്കുക. വേറെ ആരും വന്ന് ശരിയാക്കി തരൂല ജസീല. നമ്മളായിട്ട് അത് ഫോളോ ചെയ്യണം. എന്താണ് എഴുതിയൊക്കെ എഴുതി വെക്കുക. ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്. ഡോക്ടറെ പോയിട്ടൊന്ന് കണ്ടാൽ മതി കേട്ടോ. വിഷ്വലൈസേഷൻ അല്ലേ? വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യാം. അതിന് പുറമെ എഴുതി വെക്കുക. നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. എന്താണ് നിങ്ങൾ കഴിക്കുന്നത്, അതന്നെ കഴിച്ചു പോവുക. ഓക്കെ. അപ്പൊ എഴുതി വെച്ചാലാണ് അവയർനെസ് കൂടുകയുള്ളൂ. ഓക്കെ. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഈസ് വാട്ട് വി ഷുഡ് ഡു. 2025 നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത പ്രോഗ്രാം അറിയാലോ. എത്ര പേർക്ക് അറിയാം? നമ്മുടെ പ്രോഗ്രാം ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട്, സ്പെഷ്യൽ പ്രോഗ്രാം, ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അമേസിംഗ് പ്രോഗ്രാം ആണ്. നിങ്ങൾ അതിലേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് നമുക്ക് നൽകാൻ പറ്റും. അതിൽ നിങ്ങളുടെ മൈൻഡിനെ കംപ്ലീറ്റ്ലി ഗോളിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ. പലപ്പോഴും ന്യൂ ഇയർ വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ലോകത്തുള്ള ഒരു 20-25% ആൾക്കാർ എന്ത് ചെയ്യും, ഗോൾ സെറ്റ് ചെയ്യും. എന്നാൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് 31-ാം തീയതി തീരുമാനം എടുക്കും, ഞാൻ നാളെ മുതൽ നന്നാകും, ഞാൻ നാളെ മുതൽ മെഡിറ്റേഷൻ ചെയ്യും, ഞാൻ നാളെ മുതൽ എക്സസൈസ് ചെയ്യും, ഞാൻ നാളെ മുതൽ മോർണിംഗ് വാക്കിന് പോകും, ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകും, ഞാൻ നാളെ മുതൽ മദ്യം കഴിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ ജനുവരി 1-ാം തീയതി ഓക്കെ ആയിരിക്കും, 2-ാം തീയതി ഓക്കെ ആയിരിക്കും, 3-ാം തീയതി വലിയ കുഴപ്പമുണ്ടാവില്ല, 5-6 ആകുമ്പോഴേക്കും ഒപ്പിക്കാം. ജനുവരി 15 എന്ന് പറയുന്ന ഡേറ്റ് ആകുമ്പോഴേക്കും ഈ പഴയതിനെക്കാട്ടിലും കുറച്ച് കഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും. ജനുവരി 15 ആകുമ്പോഴേക്കും പഴയ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഡിസംബറിലുള്ള അതെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച അതേപോലെ ആയിട്ടുണ്ടാവും. എന്താ സംഭവിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒറ്റ കാരണം, നമ്മുടെ ചിന്തകൾ അതിൽ കറക്റ്റായിട്ട് നിലനിർത്താൻ പറ്റുന്നില്ല, നമ്മുടെ ഫോക്കസ് അതിൽ നിലനിർത്താൻ പറ്റില്ല. 1-ാം തീയതി നിങ്ങൾക്ക് നല്ല ഫോക്കസ് ഉണ്ട്, 2-ാം തീയതി നിങ്ങൾക്ക് ആ ഫോക്കസ് ഇല്ല. ഈ ഫോക്കസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾ ഉപയോഗിക്കാൻ പറ്റും? ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഫോക്കസ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് പഠിപ്പിക്കുന്നതും കൂടി പ്രോഗ്രാമാണ്. സോ ഇറ്റ്സ് എ ന്യൂ ഇയർ റെസൊല്യൂഷൻ ചാലഞ്ച്. യു ഹാവ് ടു കം ആൻഡ് അറ്റൻഡ് ദാറ്റ്. രാവിലെയാണ് ക്ലാസ് നടക്കുന്നത് എല്ലാ ദിവസവും. ആ ന്യൂ ഇയർ തന്നെ തുടക്കത്തിൽ 5 ദിവസം, ഡിസംബർ 30-ാം തീയതി തുടങ്ങും. 30, 31, 32, സോറി, ഡിസംബർ 30, 31, പിന്നെ 1, 2, 3, ഇങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും. അപ്പൊ ആ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പവർ കിട്ടുമ്പോൾ, നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. രാവിലെ 7 മണി മുതൽ 9 മണി വരെയുള്ള ടൈമിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. സോ കം ടു ദ പ്രോഗ്രാം. 5 days ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്, നിങ്ങളുടെ മൈൻഡിനെ ട്യൂൺ ചെയ്യാനുള്ള ട്രെയിനിങ്. നിങ്ങളെ ശരിക്കും എന്താ വെച്ചാൽ മൈൻഡ് പവർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് വരുന്നത്, EFT അല്ല. സോ ഇറ്റ് വിൽ ബി എ ഡിഫറെന്റ് മെത്തേഡ്. നമുക്കൊന്ന് നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. എന്നിട്ട് ഗോൾ സെറ്റിങ്ങിൽ ഇൻ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഗോളുകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. ഗോളുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെ, ഗോൾ സെറ്റ് ചെയ്യേണ്ടതിൻ്റെ അതിൽ കീപ്പ് ചെയ്യേണ്ട 5 റൂൾസ് എന്താണ്, ഗോളുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗോളുകൾ ചാലഞ്ചിങ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഗോളാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? 2 തരത്തിലുള്ള ഗോളുകളുണ്ട്. നിങ്ങളെ പുള്ളിങ് ഗോളുണ്ട്, പുഷിങ് ഗോളുണ്ട്. നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളിങ്ങനെ പുഷ് ചെയ്യേണ്ട, തള്ളി നീക്കേണ്ട ഗോളുണ്ട്. അതല്ലാത്ത വേറെ ഗോളുണ്ട്. ഏതാണ്? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പുള്ള് ചെയ്യും, നിങ്ങളെ അങ്ങ് വലിച്ചെടുക്കും, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനത്തെ ഗോളുകൾ എന്താണ്? ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡെഡ് ലൈൻ എങ്ങനെ സെറ്റ് ചെയ്യാം, സയന്റിഫിക് ആയിട്ട് അതെങ്ങനെ സെറ്റ് ചെയ്യാം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ട, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള 6 സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കവർ ചെയ്യുന്നുണ്ട്. കം ടു ദ പ്രോഗ്രാം, ഇറ്റ് വിൽ ചേഞ്ച് ദ വേ യു സീ യുവർ ഗോൾസ് ബിഫോർ. അപ്പോൾ നാളെ ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 1899 മാത്രമേ ഉള്ളൂ കേട്ടോ. സർ, ഈ പ്രാവശ്യം ന്യൂ ഇയറിന്റെ എക്സൈറ്റ്മെന്റ് തോന്നില്ല, കാരണം എന്തായിരിക്കും? ഓക്കെ, ഈ പ്രാവശ്യം ന്യൂ ഇയറിന്റെ എക്സൈറ്റ്മെന്റ് തോന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമില്ല, അത് നിങ്ങൾ ചിന്തിക്കണം. ന്യൂ ഇയർ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് വേണം, എനിക്കിപ്പോൾ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, ഐ ആം സാഡ്, നോ, ദാറ്റ്സ് ഓക്കെ. വാട്ട്സ് റോങ്? എല്ലാ ന്യൂ ഇയറും നമുക്ക് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരിക്കാം വേറെ കുറെ കാരണങ്ങൾ. നമ്മുടെ ഫുഡിന്റെ പ്രശ്നമായിരിക്കാം, ഡയറ്റിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നാത്തത്. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആയിട്ടുണ്ടാവും, നമ്മുടെ അവസ്ഥകൾ മാറിയിട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ.
ഡോണ്ട് വറി. ഓക്കെ, അങ്ങനെ നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, അതൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്, അങ്ങനെ കണ്ടാൽ മതി. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ്സ് ന്യൂ ഇയർ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ചില ആൾക്കാർക്ക് അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമായിട്ട് കരുതിയാം. അത് നമ്മൾ ഇറ്റ്സ് ഓക്കെ. നമ്മൾ സക്കിയ നമ്മുടെ പ്രോഗ്രാമിലുള്ള ആളല്ലേ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ. ആ ടെക്നിക്ക് ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യുക. സ്റ്റേ ഡു ദാറ്റ്. അപ്പോൾ പറക്കരുത്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരിക. നമ്മുടെ പ്രോഗ്രാമിന്റെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? വാസ് ഇറ്റ് ബ്യൂട്ടിഫുൾ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുമോ എന്താ നിങ്ങൾ പഠിച്ചത്, എന്നിട്ട് നമുക്ക് പിരിയാം. അതേപോലെ സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാം ഉണ്ട്. സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാലോ. സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാം വരുന്നത് 13-ാം തീയതിയാണ്. ഓക്കെ, സ്റ്റുഡൻസിനുള്ള പ്രോഗ്രാം വരുന്നത് 13-ാം തീയതിയാണ്. ആ 13-ാം തീയതിയിലെ പ്രോഗ്രാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം, താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ ബന്ധപ്പെട്ട് ചെയ്യും. നമ്മുടെ ടീം മെമ്പേഴ്സിന് ബന്ധപ്പെട്ട് സൂപ്പർ ക്ലാസ് ആയിരുന്നു പറഞ്ഞു. എന്താ നിങ്ങൾ പഠിച്ചത് ഒന്ന് പറയാമോ? വാട്ട് ഡിഡ് യു ലേൺ ഇന്ന് ടുഡേ? എന്ത് പഠിച്ചു? റസാഖ് സാർ എന്ത് പഠിച്ചു? ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? മോർണിംഗ് ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടി? ഇന്നത്തെ ഒരു ലേണിംഗ്, പഠനം എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്? ഇന്നത്തെ എന്നല്ല, മൊത്തത്തില് ഒരു ജീവിതത്തിന്റെ ട്രാക്കൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കയറാനുള്ളൊരു ഇതാണിത് എന്നുള്ളൊരു എനിക്ക് മനസ്സിലായി. നല്ലൊരു ട്രാക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഇത് തോന്നുന്നു. ഇന്നത്തെ എന്നല്ല, മൊത്തത്തില് എല്ലാ ക്ലാസ്സിലും ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പുതിയ ഇതിലായിട്ട് ഇങ്ങനെ കിട്ടിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എടുത്ത തീരുമാനം നന്നായിരുന്നു അല്ലേ? കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തത് തീരുമാനമായിരുന്നു എന്നുള്ള മനസ്സിലായി വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പുതിയ അപ്ഡേഷൻ ഇങ്ങനെ വരുന്നത്, സാർ ഓരോന്നും ഇങ്ങനെ പുതിയ ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നും മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. ഇത്രയും കാലം കിട്ടാത്ത ഒരു നമ്മൾ ചിന്തിക്ക് പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ഇതൊക്കെ മസ്റ്റാണ് ജീവിതത്തിൽ എന്നുള്ളൊരു ഇത് വന്നു. വെരി ഗുഡ്. ഹാപ്പി ലൈഫ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, ഇതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കല്ലൊരു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ യു. നിങ്ങൾ ആദ്യം വന്നിരുന്ന സ്റ്റേജിൽ നിന്നും ആ ഒരു ക്ഷമയോട് കൂടി നിങ്ങൾ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ഐ റിയലി അപ്രീഷിയേറ്റ്. നേരത്തെ സംസാരിക്കുമ്പോൾ തന്നെ സാറ് അന്ന് പറഞ്ഞതിനോട് സംസാരത്തിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇതായിരുന്നു. സത്യത്തിൽ ഒരുപാട് ട്രോമാസ് ഉണ്ട്. അതന്നെ ഒരു 4-5 വർഷമായിട്ട് ഒരുപാട് ട്രോമാസ് ഫേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോരുന്ന ഒരു ഇതാണ്. അതൊക്കെ ഒന്ന് ഇങ്ങനെ റിലീഫായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പതുക്കെ ഇങ്ങനെ. വെരി ഗുഡ്. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ യു. ഐ എം റിയലി ഹാപ്പി ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. നിങ്ങളുടെ ഒരു ഇത്രയും സമയമുണ്ടല്ലോ, നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഓരോ ക്ലാസ്സിലും വന്നിരിക്കുന്നുണ്ട്. മോർണിംഗിലും ഇരിക്കും, ഈവനിങ്ങിലും ഇരിക്കും. ബിക്കോസ് നിങ്ങൾക്കറിയാം ലൈഫ് ഇനി തിരിച്ചു പിടിക്കണം. ഇത്രയും കാലം പോയ പോലെ പോയാൽ പോരാ. യു വാണ്ട് ടു ഗെറ്റ് അപ്പ്. തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നുണ്ട്. ഇതൊന്നും നമ്മള് സ്കൂളിലോ അല്ലെങ്കിൽ വേറെ ഇതിലൊന്നും പഠിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ തന്നെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊക്കെ ഒരു ഇതാവുള്ളതില്ല. തീർച്ചയായിട്ടും ഇനി ഉഷാറാവട്ടെ. ഇനിയുള്ളൊരു ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ ആവട്ടെ. നല്ലൊരു ഫാദർ ആവാനും നല്ലൊരു എന്താ പറയാ, അതിലാണ് ഇപ്പൊ ഒരു വിഷമമുള്ള ഒരു കാര്യത്തിലാണ് മോളുടെ ഐ അണ്ടർസ്റ്റാൻഡ്. അതൊക്കെ റെഡിയാവും കേട്ടോ. അത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങളും മോളുടെ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ആ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു വരും കേട്ടോ. ഒക്കെ അടിപൊളിയായിട്ട്. താങ്ക് യു. രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാകുമ്പോൾ അത് റെഡി ആക്കി വരും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഉമൈബ മാം പറഞ്ഞോളൂ. ഇന്നത്തെ ലേണിംഗ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാവോ? ഈ ക്ലാസ്സിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ടപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ തുടർന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ സാറിപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തുടരാൻ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, പറഞ്ഞോളൂ ജസീല, പറഞ്ഞോളൂ. ഹാപ്പിനെസിനെ കുറിച്ചിട്ടാണ് സാറ് പറഞ്ഞത്. ഓക്കെ, യെസ്, ഹാപ്പിനെസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ചുറ്റുപാടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ഹാപ്പിനെസ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സീക്രട്ട് ഓഫ് ലൈഫ് ഇസ് ബാലൻസ്. ഇന്ന് പഠിച്ചിട്ടുള്ള പോയിന്റ് സക്കിയ പറയുന്നു. സീക്രട്ട് ഓഫ് ലൈഫ് ഇസ് ബാലൻസ്. ബി വിത്ത് യു, ബി യുവർ സെൽഫ്. നിങ്ങളാവുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇഫ് യു ആർ ഹാപ്പി, യു ആർ സക്സസ്ഫുൾ. ക്വാളിറ്റീസ് മുറുകെ പിടിക്കുക. ബി ഹ്യൂമൻ. താങ്ക് യു സോ മച്ച് സക്കിയ ഫോർ ഷെയറിംഗ് ദാറ്റ് a summary of what we have discussed in such a beautiful way. Thank you so much.
ആൻഡ് നെക്സ്റ്റ് റെക്കോർഡ് അവൈലബിൾ ആണ് ഗോൾ സെറ്റിംഗ് കോഴ്സിന്റെ. സുവൈന, റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ ബി പ്രൊവൈഡിങ് ദാറ്റ്. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. 1899 രൂപയുള്ളൂ കേട്ടോ. നോർമലി നമ്മുടെ കോഴ്സിന്റെ ഫീ അറിയാലോ, 10,000 രൂപയോളം ഫീസ് വരാറുണ്ട്. 1899 രൂപ 5 ദിവസത്തെ അടിപൊളി സെഷൻ ആയിരിക്കും. കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു, സീ യു ടുമോറോ. നാളെ നല്ലൊരു സെഷനായിട്ട് വീണ്ടും കാണാം. ഓരോ ദിവസം പുതിയ അറിവുകൾ നിങ്ങളിലേക്ക്. അപ്പോൾ നാളത്തെ സെഷൻസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. കം ആൻഡ് അറ്റൻഡ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു, സർ. താങ്ക് യു. താങ്ക് യു സർ.